الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم ما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة المؤمنون أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا أطيعوا الله وأطيعوا الرسول وأولي الأمر منكم فإن تنازعتم في شيء فردوه إلى الله والرسول إن كنتم تؤمنون بالله واليوم الآخر ذلك خير وأحسن تأويلا ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ മുത്തഖീങ്ങളായി തഖ്വയുള്ളവരായി ജീവിക്കണം എന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്. ഒരാഴ്ചയായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ വലിയൊരു ചർച്ചയാണ് സ്ത്രീകളുടെ പള്ളിപ്രവേശനം. ഒരു കുട്ടി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കുട്ടിയെ തിരുത്തുകയും ചിലർ കുട്ടിയുടെ വാപ്പയെ തിരുത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഇതൊരു പുതിയ വിവാദമല്ല എന്ന് നമുക്കൊക്കെ അറിയാം. പക്ഷെ നമ്മളൊക്കെ ബാധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതാണ് നിലപാട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പരിചയപ്പെടുത്തുന്നത് അവന് നിലപാടുണ്ടായിരിക്കണം, കൃത്യമായ നിലപാടുണ്ടായിരിക്കണം എന്നതാണ്. ആ നിലപാട് ഖുർആൻ പറയുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു, അതാണ് സൂറത്തു നിസായിൽ ആയത്തിനെ ഓതി കേൾപ്പിച്ചത്. സത്യവിശ്വാസികളെ അത്തീഉല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ വഴിപ്പെടണം. വ അത്തീഉർ റസൂൽ, നിങ്ങൾ റസൂലിനെയും വഴിപ്പെടണം. ഉലിൽ അംരി മിൻകും, നിങ്ങളിലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന നിങ്ങളുടെ നേതാക്കന്മാര്, കാര്യപ്പെട്ട ആളുകളൊക്കെ നിങ്ങൾ അനുസരിക്കണം, വഴിപ്പെടണം. അതൊരു സത്യമാണ്, എല്ലാവരും അങ്ങനെ ചെയ്യണം. പക്ഷേ ഫൈൻ തനാസഅതും ഫീ ഷൈഇൻ, നിങ്ങൾക്ക് ഒരു സംശയം ഒരു വിഷയത്തിലുണ്ടായാൽ അത് മതപരമായ സംശയത്തെയാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? ഫറുദ്ദൂഹു, ആ സംശയത്തെ നിങ്ങൾ മടക്കണം. ഇലല്ലാഹി വറസൂൽ, അല്ലാഹുവിലേക്കും റസൂലിലേക്കും. അത്രയേ ഉള്ളൂ. ഉലിൽ അംറില്ല, നേതാക്കന്മാരില്ല, മൗലവിമാരില്ല, ഉസ്താദന്മാരില്ല. അനുസരിക്കേണ്ടത് അവർക്ക് അനുസരിക്കണം. പക്ഷെ തർക്കം വന്നാൽ, പ്രശ്നം വന്നാൽ നിങ്ങൾ മടക്കേണ്ടത് നിങ്ങളുടെ നിലപാട് നേതാക്കന്മാരല്ല, ഇലല്ലാഹി വറസൂൽ, അല്ലാഹുവിലേക്കും റസൂലിലേക്കാണ്. അതാണ് ഈമാൻ. ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, നിങ്ങൾ അല്ലാഹുവിലേക്കും നിങ്ങൾ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ. മാത്രല്ല ദാലിക ഖൈർ, അതാണ് ഏറ്റവും ഉത്തമം എന്ന് മാത്രമല്ല വഅഹ്സനു തഅ്വീല, ഏറ്റവും നല്ല നിലപാടും അതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സ്ത്രീ പള്ളിപ്രവേശനം ഹറാമാണ് എന്ന് ഒരു വിഭാഗം കൃത്യമായിട്ട് വാദിക്കുന്നു. സ്ത്രീകൾ പള്ളിയിൽ പോകാൻ പാടില്ല, ഹറാമാണ്, പറ്റില്ല എന്ന് മറ്റൊരു വിഭാഗവും വാദിക്കുന്നു. അത് മാറ്റി ചിന്തിക്കേണ്ടതാണ്. ഇനി ഭാവിയിൽ അങ്ങനെ സാധ്യമാകും എന്ന് വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള കുട്ടികൾ, ഈ ലോകത്ത് ജീവിക്കുന്ന കുട്ടികൾ പറയുന്നു.
പക്ഷെ പൗരോഹിത്യത്തിന്റെ അതിപ്രസം കാരണം കുട്ടികളുടെ വേണ്ടപ്പെട്ട ആളുകൾക്ക് അത് തിരുത്തേണ്ടി വരുന്നു. ഇതാണ് ഇവിടെ പ്രശ്നം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പരിശുദ്ധ ഖുർആനില് പള്ളികളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അവിടെയൊന്നും ഒരു വേർതിരിവ് പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധ്യമല്ല. വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. പള്ളികൾ അല്ലാഹുവിനുള്ളതാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. അല്ലാഹുവിനോട് കൂടെ ഒറ്റൊരാളെയും നിങ്ങൾ പള്ളിയിൽ വെച്ച് പ്രാർത്ഥിക്കരുത് എന്ന്. അത് പുരുഷന്മാരോട് മാത്രം പറഞ്ഞതല്ല, എല്ലാ മനുഷ്യരോടും പറഞ്ഞതാണ് എന്ന് രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കും. ലോകം മനസ്സിലാക്കിയതും അങ്ങനെ തന്നെയാണ്. സൂറത്തുൻ നൂറില് പള്ളിയെ കുറിച്ച് പറയുന്നു, ഫീ ബുയൂത്തിൻ, അല്ലാഹുവിന്റെ പ്രകാശം ലഭിക്കുന്നത് ഫീ ബുയൂത്തിൻ, ചില വീടുകളിലാണ്. അതിനല്ലാഹു അൻ തുർഫ, ആ വീടുകളെ ഉണ്ടാക്കാൻ, കെട്ടിപ്പടുക്കാൻ അല്ലാഹു സമ്മതം കൊടുത്തിരിക്കുന്നു എന്നാണ്. ആർക്കും പള്ളി ഉണ്ടാക്കാം, ആണിനുണ്ടാക്കാം, പെണ്ണിനുണ്ടാക്കാം. ഫീഹി റിജാലുൻ, അവിടെ കുറച്ച് ആളുകളുണ്ട് എന്നതാണ്. അതിനൊക്കെ വ്യാഖ്യാനിക്കട്ടോ ഉസ്താദുമാര്. റിജാലുൻ, പുരുഷന്മാർ, അങ്ങനെ എവിടെയില്ല. റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്. അപ്പുറം തന്നെ കാണാം റിജാലുൻ യുഹിബ്ബൂന അൻ യതതഹറു, മലമൂത്ര വിസർജനം ചെയ്താൽ വെള്ളം കൊണ്ട് ശുദ്ധിയാക്കാൻ താല്പര്യപ്പെടുന്ന കുറച്ചാളുകൾ അവിടെയുണ്ട് എന്ന്. ഓരോരുത്തർ പെണ്ണുങ്ങൾ മാത്രം, ഓരോരുത്തർ ആണുങ്ങൾ മാത്രം ഒന്നും പറഞ്ഞിട്ടില്ല. ഒക്കെ റിജാൽ, മനുഷ്യർ. മനുഷ്യർക്കുള്ളതാണ് പള്ളി എന്ന ഖുർആന്റെ കാഴ്ച. വിശുദ്ധ ഖുർആനില് പള്ളിയെ സംബന്ധിച്ച് പറഞ്ഞ അതാണ്. അവിടെയും പള്ളിയെ സംബന്ധിച്ച് ഖുർആൻ പറയും. മാത്രമല്ല 4 പള്ളികളെ കുറിച്ച് ഖുർആൻ പറയുന്നു. 4 പള്ളികൾ. മസ്ജിദുൽ ഹറാം, അതുപോലെ തന്നെ മസ്ജിദുൽ അഖ്സ. മസ്ജിദുൽ ഹറാമിനെ പറ്റി പറഞ്ഞത് ഇന്ന അവ്വല ബൈത്തിൻ ഉളിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൽ ലിൽ ആലമീൻ. അത് ഉളിഅ ലിന്നാസിന. മസ്ജിദുൽ ഹറാം ഉളിഅ ലിന്നാസ്, അത് മനുഷ്യർക്കുള്ളതാണ്. മനുഷ്യർ പെടുമല്ലോ, ആണും പെണ്ണൊക്കെ. അത് മനുഷ്യർക്കുള്ളതാണ്. ആണാവട്ടെ, പെണ്ണാവട്ടെ, നപുംസകമാവട്ടെ, ആരാവട്ടെ, അത് മനുഷ്യർക്കുള്ളതാണ്. ഇന്ന അവ്വല ബൈത്തിൻ ഉളിഅ ലിന്നാസ്. ഒന്നാമത്തെ പള്ളി അതാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം. ഖുർആൻ പറഞ്ഞ പള്ളി മസ്ജിദുൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ. ബൈത്തുൽ മുഖദ്ദസിലുള്ള, ഫലസ്തീനിലുള്ള മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുപോയ പടച്ച തമ്പുരാൻ. മസ്ജിദുൽ അഖ്സ ബാറക്നാ ഹൗലഹു, അവിടെ പരിശുദ്ധിയുണ്ട്, പുണ്യമുണ്ട്. മസ്ജിദുൽ അഖ്സ, അവിടെയും ആണും പെണ്ണും വ്യത്യാസപ്പെടുത്തി പറഞ്ഞിട്ടില്ല. പിന്നെ ഒരു പള്ളിയെ കുറിച്ച് പറഞ്ഞത് മസ്ജിദുൽ ളിറാറാണ്, കുഴപ്പമുണ്ടാക്കുന്ന പള്ളിയെന്ന്. പേരൊക്കെ പള്ളി തന്നെയാണ്, പക്ഷെ എല്ലാ പള്ളിയും പള്ളിയല്ല, കുഴപ്പമുണ്ടാക്കും. ചില പള്ളികൾ മനുഷ്യന്മാർക്കിടയിൽ ഫിത്ന ഉണ്ടാക്കിയ പള്ളികൾ ഉണ്ടാവും. ആ പള്ളിയാണ് മുനാഫിഖുകൾ ഉണ്ടാക്കിയ പള്ളി, മസ്ജിദ് ഖുബാഇന്റെ അടുത്ത്. ഖുർആൻ വ്യക്തമായി പറഞ്ഞൊരു പള്ളിയാണ്. മസ്ജിദൻ വല്ലദീന ഇത്തഖദു മസ്ജിദൻ ളിറാറൻ, കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പള്ളി. അതിലേക്ക് നബിയെ നിസ്കരിക്കാൻ ക്ഷണിച്ചു. നബി നിസ്കരിക്കാൻ വരാമെന്നേറ്റു. ചരിത്രം ഒരിക്കൽ ഞാൻ ഇവിടെ പറഞ്ഞതാണെന്ന് എനിക്ക് തോന്നുന്നു. നബിയോട് നിസ്കരിക്കരുതേ എന്ന് പറഞ്ഞു. കാര്യങ്ങളൊക്കെ മുനാഫിഖീങ്ങളെ കുറിച്ച് വഹ്യ് കൊടുത്തു. അങ്ങനെയൊക്കെ അറിയിച്ചു. അത് നമുക്ക് വർത്തമാനമല്ല, നമ്മുടെ വിഷയമല്ല. പോയി നിസ്കരിക്കാൻ പറ്റാത്തൊരു പള്ളിയാണ്. അവിടെ ആരും പോണ്ടതില്ല. പിന്നൊരു പള്ളി മസ്ജിദ് ഖുബ. നേർക്ക് നേരെ അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടില്ലെങ്കിലും ഖുർആനിൽ പറഞ്ഞൊരു പള്ളിയാണ് മസ്ജിദ് ഖുബ. അതാണ് ഫീഹി റിജാലുൻ യുഹിബ്ബൂന അൻ യതതഹറു. ആ ഖുബ പള്ളിക്ക് ചുറ്റുഭാഗവും താമസിക്കുന്ന ആളുകളെയും പള്ളിയെയും ഒക്കെ വ്യംഗ്യമായിട്ട് നേർക്കുനേരെ അല്ലെങ്കിലും അള്ളാഹു സൂചിപ്പിച്ചിട്ടുണ്ട്. പിന്നൊരു പള്ളിയാണ് ഹദീസിൽ വന്ന പള്ളി മസ്ജിദുൻ നബവി, മദീനയിലെ പള്ളി. ഈ പള്ളികളിലൊക്കെ മസ്ജിദുൽ ളിറാർ ഒഴിവാക്കുക, ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം. ഖുർആനിൽ പറഞ്ഞൊരു പള്ളി ആയതുകൊണ്ട് സൂചിപ്പിച്ചു.
ഈ പള്ളികളിലൊക്കെ അന്ന് മുതൽ ഇന്ന് വരെ സ്ത്രീകൾക്ക് പ്രവേശനമുണ്ട്. മസ്ജിദുൽ അഖ്സയില് സ്ത്രീകൾ നിസ്കരിച്ചിരുന്നു. പക്ഷെ ഇപ്പോ അവിടുത്തെ ചുറ്റുപാട് കാരണം, പ്രശ്നങ്ങൾ കാരണം തൊട്ടടുത്ത് ഖുബ്ബത്തു സഹ്റ എന്നിടത്തേക്ക് സ്ത്രീകളുടെ നിസ്കാരം മാറ്റിയിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ്. അത് കുറച്ച് വ്യത്യാസം. മസ്ജിദുൽ അഖ്സയിൽ നിന്ന് കുറച്ച് മാറി നിൽക്കുകയാണ് ഖുബ്ബത്തു സഹ്റ. അതിന്റെ ചോട്ടിലാണ് കുറച്ചുകൂടി സ്ത്രീകൾക്ക് സുരക്ഷിതത്വം, അവർക്കാണ് അവിടെ സൗകര്യമൊക്കെ നിസ്കരിക്കാൻ. ഞാൻ പറഞ്ഞു വരുന്നത്, അള്ളാഹു പറഞ്ഞ പള്ളികളിലൊക്കെ സ്ത്രീകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പുരുഷന്മാരെ കുറിച്ച് സ്ത്രീകളെ കുറിച്ച് വേറെ വേറെ പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും ഉള്ളതാണ് പള്ളി. ഇന്നും അതങ്ങനെ തന്നെ നടന്നു വരുന്നുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത. അപ്പൊ ഖുർആൻ ഒരിക്കലും സ്ത്രീകൾ പള്ളിയിൽ പ്രവേശിക്കുന്നത് ഹറാമാണ് എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഒരൊറ്റ പെണ്ണിനെയാണ് ഖുർആൻ പറഞ്ഞത്, മറിയം. സൂറത്ത് മറിയം. മറിയം ബീവി വളർന്നത് പള്ളിയിലാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. ഇന്നലെ ഉസ്താദ് പറയുന്നുണ്ട്, വേറെ റൂം ഉണ്ടാക്കിയിട്ട് അതിലായിരുന്നു മറിയം ബീവി കടന്നിരുന്നത്. അതൊക്കെ പഴയ കാലത്തൊക്കെ പറ്റും. ആളുകളൊക്കെ ഇപ്പോ വളരെ പ്രബുദ്ധരാണ്. മൊയ്‌ലിയർ ഓതിയേക്കാൾക്കും വലിയ കിതാബ് ഇപ്പൊ നാട്ടുകാർ ഓതിയിട്ടുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ പറയുമ്പോ എനിക്കറിയാം, ഞാൻ ആ ബോധത്തോടെയാണ് പറയാം, എന്നെക്കാൾ വിവരം ഈ വിഷയത്തിൽ നിങ്ങൾക്ക് ഉണ്ടാവും. ആ ബോധം എനിക്കുണ്ട്. കാരണം നമ്മൾ ഈ കിതാബ് ഓതി പഠിച്ച വിവരമൊന്നുമല്ല ആളുകളെടുത്ത്. ലോകം കണ്ട കുട്ടികളാണ്. പ്രായപൂർത്തിയായ കുട്ടികൾക്കൊക്കെ വിവരങ്ങൾ വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആളുകളെ പറ്റിക്കാൻ പറ്റില്ല. ഞാൻ കേട്ടു അപ്പുറത്ത് റൂം കയറ്റിട്ട്. അങ്ങനെയല്ല, ഖുർആനിൽ പറയുന്നത് നേരെ എതിരല്ലേ. ഖുർആനിൽ പറയുന്നത്, കുല്ലമാ ദഖല അലൈഹ സക്കരിയൽ മിഹ്റാബ. സക്കരിയ അലൈഹിസ്സലാം മിഹ്റാബിൽ പ്രവേശിക്കുമ്പോ വജദ ഇൻദഹ റിസ്ഖ. മറിയം ബീവിയുടെ അടുത്ത് ഭക്ഷണം കണ്ടു എന്നാണ്. മിഹ്റാബ് ഇവിടെയാണ് മിഹ്റാബ്. പള്ളിയിലെ പ്രധാനപ്പെട്ട ആരാധനാ മണ്ഡപത്തിന്റെ പേരാണ് മിഹ്റാബ്. ഖുർആനിൽ വന്നതാണ് മിഹ്റാബ്. അവിടെയായിരുന്നു മറിയം ബീവി വളർന്നിരുന്നത്. വജദ ഇൻദഹ റിസ്ഖ. അവരടുത്ത് ഭക്ഷണം കണ്ടു. ആ മറിയം ബീവിയോട് അല്ലാഹു പറഞ്ഞത് അത് ആ കാലഘട്ടത്തിന്റെ ശരീഅത്താണ്. യാ മറിയം ഉഖ്നുതി ലി റബ്ബികി. മറിയമേ, റബ്ബിനെ ഭയപ്പെട്ട് കീഴൊതുങ്ങി ജീവിക്കണം. വസ്ജുദി. സുജൂദ് ചെയ്യണം. വർക്കഈ. റുകൂഅ് ചെയ്യണം. ഒറ്റക്കല്ല, മഅറാക്കിഈൻ. ജമാഅത്തായിട്ട് റുകൂഅ് ചെയ്യുന്നവരുടെ കൂടെ നീ റുകൂഉം സുജൂദും ചെയ്യണം. ഇത്ര കൃത്യമാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, മറിയം ബീവിനെ പള്ളിയിലേക്ക് നിർച്ചയാക്കിയതാണ്. അത് ഉസ്താദന്മാരെന്നെല്ലാം പറയും. സംശയങ്ങളൊക്കെ നമ്മൾ തീർക്കണം. മറിയം ബീവിനെ പള്ളിയിലേക്ക് നിർച്ചയാക്കിയപ്പോ പ്രസവിച്ചു നോക്കുമ്പോ പെൺകുട്ടിയാണ്, മറിയമാണ്. പേരിട്ടിട്ടില്ല. അപ്പൊ പറഞ്ഞത്, മറിയം ബീവിയുടെ അമ്മ പറഞ്ഞത്, വഇന്നി സമ്മൈതുഹാ മറിയം ലൈസ ദക്കറു കൽ ഉൻസ. ആണ് പെണ്ണിനെ പോലെയല്ല, അതുകൊണ്ട് പള്ളിയിലേക്ക് നേർച്ചയാക്കാൻ കരുതിയതാണ്. അത് ഞാൻ നേർച്ചയാക്കുന്നില്ല എന്ന് തിരുത്തി പറയേണ്ടി വന്നു. അപ്പൊ ലൈസ ദക്കറു കൽ ഉൻസാറിന് ആണും പെണ്ണും വ്യത്യാസമുണ്ട്. ബയോളജിക്കലി ആയിട്ട് വ്യത്യാസമുണ്ട്. അതെല്ലാരും അംഗീകരിക്കുന്നതാണ്. ശർഈ ആയിട്ട് ആണും പെണ്ണും തമ്മിൽ ഇബാദത്തിന്റെ വിഷയത്തിൽ ഒരു വ്യത്യാസവും ഇല്ല. അതിപ്പോഴും ചില മൗലവിമാർക്ക് മനസ്സിലായിട്ടില്ല, നമുക്കും മനസ്സിലായിട്ടില്ല. അവര് പേറ്റിനും ചോറ്റിനും മാത്രമുള്ളതല്ല, അതവർ ചെയ്തുന്നൊരു ഔദാര്യം മാത്രമാണ്. അതുകൊണ്ട് ഖുർആൻ പറയുന്നു, അന്നി ലാ ഉളിഉ അമല ആമിലിൻ മിൻകും. ഇതാണ് ശരീഅത്തിന്റെ കാഴ്ച. നിങ്ങളിലെ ഒരാളുടെ പ്രവർത്തനവും ഞാൻ നഷ്ടപ്പെടുത്തൂല. മിൻ ദക്കരിൻ വ ഉൻസ. ആണാവട്ടെ പെണ്ണാവട്ടെ, ബഅ്ലുക്കും മിൻ ബഅദ്. ചിലരിൽ നിന്നും ചിലരാണ്. ആണും പെണ്ണും തമ്മിൽ ശരീഅത്തിൽ ഒരു വ്യത്യാസമില്ല. പക്ഷേ ബയോളജിക്കലി ആണും പെണ്ണും തമ്മിൽ വ്യത്യാസമുണ്ട്. ജെൻഡർ ന്യൂട്രാലിറ്റി അല്ല. അങ്ങനെ കുറെ ആൾക്കാർ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. അത് വേറെ ഒരു വിഭാഗം അങ്ങനെ പറയണു, ഒരു വിഭാഗം ഇങ്ങനെ പറയണു. ജെൻഡർ ന്യൂട്രാലിറ്റി ആകുമ്പോൾ ആണ് ആണെന്നെയാണ്, പെണ്ണ് പെണ്ണെന്നെയാണ്. എന്തുകൊണ്ടാണ് ലൈസൽ ദക്കറു കൽ ഉൻസ എന്ന് പറഞ്ഞത്? അന്നത്തെ സമ്പ്രദായം അനുസരിച്ച് ബൈത്തുൽ മുഖദ്ദസിന്റെ സേവനത്തിന് നിയോഗിക്കുന്നവർക്ക് നല്ല ആരോഗ്യം വേണം. ഇടക്ക് സാധനങ്ങൾ ഏറ്റേണ്ടി വരും, ഒരുപാട് സ്ഥലം വൃത്തിയാക്കേണ്ടി വരും, ഒരുപാട് വലിയ ഉത്തരവാദിത്വങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് സ്ത്രീകൾക്കുണ്ടാകുന്ന
സ്ത്രീ സഹജമായ ചില പ്രശ്നങ്ങളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ഉത്തരവാദിത്തം മുടക്കപ്പെടും എന്നതുകൊണ്ട് മാത്രമാണ് ലൈസൽ ദക്കറു കൽഉൻസ എന്ന് അല്ലാഹു മറിയം ബീവിയുടെ ഉമ്മയുടെ ഭാഷയിലൂടെ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് എന്നാണ് പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. അതല്ലാതെ ഒരിക്കലും ശർഈയായിട്ട് ആണും പെണ്ണും വ്യത്യാസമില്ല എന്ന് തന്നെയാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. ആലോചിച്ച് അപ്പൊ മറിയം ബീവിയോട് പറഞ്ഞത് ജമാഅത്തായി നിസ്കരിക്കാനാണ്. ഹദീസിൽ വന്നാൽ ധാരാളം സ്ഥലത്ത് 150-ലധികം ഹദീസുകൾ സ്ത്രീകള് പള്ളിയില് ജുമുഅക്കും ജമാഅത്തിനും പങ്കെടുത്തിരുന്നു എന്ന് സ്പഷ്ടമായി നമുക്ക് കാണാൻ സാധിക്കും. സഹീഹായത് മാത്രം എടുത്ത് പരിശോധിച്ചാൽ ഒരിക്കലും സ്ത്രീകളെ പള്ളിയിൽ നിന്ന് തടഞ്ഞിട്ടില്ല. ഹദീസിൽ വ്യക്തമാണ്, ലാ തംനഉ ഇമാ അല്ലാഹ് മസാജിദല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ അടിയാർത്തികളെ ഒരിക്കലും പള്ളിയിൽ നിന്ന് തടയരുതേ. ആലോചിച്ചു, അള്ളാഹുവിന്റെ അടിയാത്തികളെ എന്ന് പറഞ്ഞാൽ അടിമന്റെ ഓപ്പോസിറ്റ് പെണ്ണുങ്ങൾ, അടിമ സ്ത്രീകൾ, നിറപ്പെണ്ണുങ്ങൾ, സ്ത്രീകളെ നിങ്ങൾ പള്ളിയിൽ നിന്നും തടയരുത്. ഹദീസാണ്. പള്ളിയിലേക്ക് പോണെങ്കിൽ പുരുഷന്മാരുടെ സമ്മതം വേണം. ഒരു ഭാര്യയ്ക്ക് പള്ളിയിൽ പോണെങ്കിൽ ഭർത്താവിന്റെ സമ്മതം വേണം. ഭർത്താവിനോട് സമ്മതം ചോദിക്കണം. അഥവാ ചോദിച്ചാൽ പോകാൻ പാടില്ല എന്ന് ഭർത്താവ് പറയാൻ പാടില്ല. പറയുന്നത് അള്ളാഹുവിന്റെ റസൂല് വിലക്കിയിട്ടുണ്ട്. പള്ളിക്കൽ പോകാൻ മാത്രമല്ല, ഭർത്താവിനോട് സമ്മതം ചോദിക്കണം. ഭർത്താവ് നാട്ടിലുള്ള സ്ത്രീകൾ, ഗൾഫിലേക്ക് വിളിച്ചു ചോദിക്കണ്ട, ഭർത്താവ് നാട്ടിലുള്ള സ്ത്രീകൾ സുന്നത്ത് നോമ്പ് നോൽക്കണമെങ്കിൽ, സുന്നത്ത് നോമ്പ് നോൽക്കണമെങ്കിൽ, തിങ്കളാഴ്ച വ്യാഴാഴ്ച അയ്യാമുൽ ബീദ് സുന്നത്ത് നോമ്പ് നോൽക്കണമെങ്കിൽ ഭർത്താവിനോട് സമ്മതം ചോദിക്കണം. അത് ഭർത്താവിന് അത് ഓപ്ഷനല്ല. വേണമെങ്കിൽ സമ്മതം കൊടുക്കാം, വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറയാം. ഓപ്ഷനല്ല. വേണമെങ്കിൽ നോമ്പ് നോറ്റോ എന്ന് പറയാം. അതോ എന്റെ ഔദാര്യാണ്. നിങ്ങൾ ആലോചിക്ക്, പള്ളിക്കൽക്ക് പോകുമ്പോ ഭർത്താവിനോട് സമ്മതം ചോദിച്ചാൽ പോണ്ട എന്ന് ഭർത്താവ് പറയാൻ പാടില്ല എന്നാണ്. പോണ്ടെന്ന് ഭർത്താവ് പറയാൻ പാടില്ല. പറഞ്ഞാൽ അത് വലിയ തെറ്റാണ്. കാരണം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ്, അല്ലാഹുവിന്റെ അടിയാത്തികളെ നിങ്ങൾ പള്ളിയിൽ നിന്ന് തടയരുത്. ആത്തിക റളിയല്ലാഹു അൻഹ ചരിത്രത്തിൽ പറയുന്നത് അവർ സൗന്ദര്യവതിയായിരുന്നു. ഉമർ ഇബ്നു ഖത്താബിന്റെ ഭാര്യ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ആത്തിക ബീവി പള്ളിയിൽ പോയി. ഒക്കെ കൃത്യമാണ്, പകൽ വെളിച്ചം പോലെ കൃത്യമാണ്. പക്ഷെ ഉമർ റളിയല്ലാഹു അൻഹുവിന് ഇഷ്ടമുണ്ടായിരുന്നില്ല. അങ്ങനെ ഉണ്ടാവുമല്ലോ, ചിലർക്ക് ഇഷ്ടം ഉണ്ടാവില്ല. പോണ്ട, നിർബന്ധം എന്ന് മനസ്സിലാക്കരുത് കേട്ടോ. പള്ളിയിൽ പോകൽ നിർബന്ധമല്ല. ഇപ്പൊ ജുമുഅ ആർക്കാ നിർബന്ധം? മുസ്ലിമായ മുക്കല്ലഫായ പുരുഷനെ നിർബന്ധമുള്ളൂ, കുട്ടിക്ക് നിർബന്ധമല്ല. പക്ഷെ കുട്ടി ജുമുഅ നിസ്കരിച്ചാവും പിന്നെ ളുഹർ നിസ്കരിക്കണം, ശരിയാവും. ഭ്രാന്തന് നിർബന്ധമല്ല, അവൻ നിസ്കരിച്ച പറ. രോഗിക്ക് ജുമുഅ നിർബന്ധമല്ല, യാത്രക്കാരന് ജുമുഅ നിർബന്ധമല്ല, സ്ത്രീകൾക്ക് ജുമുഅ നിർബന്ധമല്ല. അവർ യാത്രക്കാരെ പെടുന്ന ജുമുഅ നിസ്കരിച്ചാൽ ശരിയാവൂലേ? ശരിയാവും. ഒരു രോഗി പള്ളിയിൽ വന്ന് ജുമുഅ നിസ്കരിച്ചാൽ ശരിയാവൂലേ? ശരിയാവും. ഒരു പെണ്ണ് വന്ന് നിസ്കരിച്ചാൽ ശരിയാവും. ഇത്രേ പറയണുള്ളൂ. അപ്പൊ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു സംബന്ധിച്ചിടത്തോളം ഭാര്യന്റെ സൗന്ദര്യം എന്തൊക്കെ പറയുന്നുണ്ട്. എന്തായാലും പള്ളിയിൽ വരുന്ന ഇഷ്ടമല്ല. അപ്പൊ മകൻ ചെന്ന് ചോദിച്ചു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾ ഉമ്മാനെ തടയാത്തത്? നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ പോണ്ടറിഞ്ഞൂടെ? പെണ്ണുങ്ങളെ പറഞ്ഞേക്കും ചെയ്യും, പിന്നെ അങ്ങനെ ഓരോന്ന് പറഞ്ഞൊരു കാര്യമില്ലല്ലോ. അവിടുന്നാണ് ഹദീസ ഓതിക്കൊടുത്ത്. ഹദീസിൽ നബി പറഞ്ഞിട്ടുണ്ട്, ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ്, അല്ലാഹുവിന്റെ അടിയാത്തികളെ പള്ളിയിൽ നിന്ന് തടയരുത്. ഖുർആൻ തന്നെ പറയുന്നുണ്ട്, വമൻ അസ്ലമു മിമ്മൻ മനഅ മസാജിദല്ലാഹ് അൻ യുദ്കറ ഫീഹാ ഇസ്മുഹു.
അള്ളാഹുവിന്റെ പേരുച്ചരിക്കാൻ പള്ളിയിൽ നിന്ന് സ്ത്രീകളെ തടയുന്ന പള്ളിയിൽ നിന്ന് മനുഷ്യരെ, സ്ത്രീകളെല്ലോ മനുഷ്യരെ തടയുന്നതിനേക്കാൾ അപ്പുറം ദ്രോഹം ചെയ്ത ആള് ആരുണ്ട് എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ മകൻ ബിലാൽ റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറയാണ്, ഞാൻ ഇന്നാ തടഞ്ഞോളാം, ഞാൻ ഈ പെണ്ണുങ്ങളെ പള്ളിയിൽ പോകാൻ അയക്കൂല. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മകനോട് പറഞ്ഞു, ഖബ്ബഹക്കല്ലാഹ്. അദ്ദേഹം പറഞ്ഞ വരികൾ പോലും ചില ആളുകൾ രേഖപ്പെടുത്തിയിട്ടില്ല, അത്ര മോശമായി പറഞ്ഞു. ഖബ്ബഹക്കല്ലാഹ്, അല്ലാഹ് നിന്നെ ചീത്തക്കട്ടെ. അതിന്റെ അർത്ഥം ഞാൻ പറയുന്നു, ഖാല റസൂലുള്ളാഹി, അള്ളാഹുവിന്റെ റസൂല് പെണ്ണുങ്ങളെ പള്ളിയിൽ നിന്ന് തടയരുതേ എന്ന് ഞാൻ അള്ളാഹ് റസൂല് പറഞ്ഞത് നിന്നോട് പറയുമ്പോ ബിലാലെ സ്വന്തം മകനോടാ പറഞ്ഞത്, നീ ഞാനത് തടയും എന്ന് പറയാണല്ലോ. ഖബ്ബഹക്കല്ലാഹ് എന്ന് പറഞ്ഞു. ഇതൊക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആലോചിച്ച് നോക്കി നിങ്ങൾ, സങ്കടകരമാണ്. ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ 3-4 പള്ളികളുണ്ട്, വലിയ പള്ളി. പള്ളി ഉദ്ഘാടനത്തിന്റെ തലേന്നും അതിന്റെ തലേന്നും സ്ത്രീകൾക്ക് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട്. ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ പോലും അതിന് നിർദ്ദേശങ്ങൾ എവിടെയും ആരും കൊടുത്തിട്ടില്ല എന്നുള്ളത് സങ്കടകരമാണ്. അതിന് നിർദ്ദേശങ്ങളൊക്കെ വാട്സപ്പിൽ വന്നിരുന്നു. പള്ളി കാണാൻ വരുമ്പോ പെണ്ണുങ്ങൾ സ്വീകരിക്കേണ്ട മാർഗങ്ങൾ, വേഗം വരണം, വേഗം പോണം, ആകെ വേണ്ട എന്താ അറിയാം, ഒരു തരി പൊന്ന്. എല്ലാവരും റെസീറ്റ് കൊടുത്ത് റെസീറ്റ് വാങ്ങണം, ഒരു തരി പൊന്നേ വേണ്ടുള്ളൂ. പിന്നെ ഈ സാധുക്കളെ മരിച്ചാലേ ഇവിടെ കൊടുക്കുള്ളൂ. ആ ബോധം പെണ്ണുങ്ങൾക്കില്ലാതായി. നാട്ടിലെ പെണ്ണുങ്ങളും പിടിയേറി ഉണ്ടാവുകൊണ്ടാണ് ഇവിടെ മൊയ്ലിയന്മാര് ജീവിച്ചു പോകുന്നത് എന്നുള്ളൊരു ബോധമെങ്കിലും ഇവർക്കൊക്കെ വേണം. നമുക്കും അത് ആവശ്യമാണ്. സമൂഹത്തിന്റെ പകുതിയിലേറെ പെണ്ണുങ്ങളാണ്. ഈ സൗകര്യമൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ കയറി 2 റക്അത്ത് തഹിയ്യത്തെങ്കിലും നിസ്കരിക്കണം എന്ന് പറഞ്ഞു കൊടുക്കാൻ. അലൈസ മിൻകും റജുലുൻ റഷീദ്, പണ്ട് ലൂത്ത് നബി ചോദിച്ചിട്ടുണ്ട്, നിങ്ങളെ കൂട്ടത്തിൽ തന്റേടുള്ള ആരും ഇല്ലല്ലോ, തന്റേടുള്ള മനുഷ്യന്മാരില്ലേന്ന്. ഇങ്ങനെയൊക്കെ വരുമ്പോ അല്ല ചിറ്റും ചെയിനും അയച്ച് ചെമ്പിലിടാൻ അല്ലെങ്കിൽ റെസീറ്റ് വാങ്ങാൻ പറയുന്നതിന് പകരം 2 റക്അത്ത് തഹിയ്യത്തെങ്കിലും നിസ്കരിക്കുന്ന പറയാൻ അലൈസ മിൻകും റജുലുൻ റഷീദ്, തന്റേടുള്ള ഒരാളുണ്ടാകാതെ പോയി നമ്മുടെ മഹല്ലുകളിൽ. ഇതാണ് അവസ്ഥ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പള്ളിയിൽ നിന്ന് കുത്തേറ്റിട്ടാണ് മരിക്കണത്. ഓടി വന്നത് ആത്തിഖ ബീവി ഉണ്ടായിരുന്നു അതേ പള്ളിയിൽ നിന്ന്. അതേ പള്ളിയിൽ അവർ തടസ്സമില്ല, പള്ളിയിൽ വരാം. എത്രത്തോളം എന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറു സുഫൂഫിർ റിജാലി അവ്വലുഹാ, പിന്നെ ഏറ്റവും നല്ല സഫ്, പുരുഷന്മാരുടെ സഫ് ഏറ്റവും മുന്നിലെ സഫാണ്. മോശമായത് വശർറുഹാ ആഖിറുഹാ, മോശമായ സഫ് അവസാനത്തെ സഫാണ്. വഖൈറു സുഫൂഫിൻ നിസായി ആഖിറുഹാ, സ്ത്രീകളുടെ സഫിൽ ഏറ്റവും നല്ല സഫ് അവസാനത്തെ സഫാണ്. വഅഫ്ളലുഹാ, അതിൽ ഏറ്റവും നല്ല സഫ് അവ്വലുഹാ. പിന്നെ മോശമായ സഫ് ആദ്യത്തെ സഫാണ്. എങ്ങനെ? പുരുഷന്മാരുടെ സഫ് ആദ്യത്തെ സഫ്, ഫസ്റ്റ് സഫ് ഏറ്റവും നല്ല സഫ്, ഏറ്റവും മോശമായ സഫ് ഏറ്റവും ബാക്ക്. സ്ത്രീകളുടെ ഏറ്റവും നല്ല സഫ് ഏറ്റവും ബാക്ക്, ഏറ്റവും മോശമായ സഫ് ഏറ്റവും ഫസ്റ്റ്. എന്തേ നബി ഇത് പറഞ്ഞത്? ആ കാലഘട്ടത്തിൽ പള്ളിയിൽ മറ പോലും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ അത്ഭുതപ്പെടുകയൊന്നും വേണ്ട, പള്ളിയിൽ മറ ഉണ്ടായിരുന്നില്ല. ഇന്നും അറമിലൊന്നുമില്ലല്ലോ. അവരെ നിയന്ത്രിക്കുന്നത് ഈമാനായിരുന്നു. മാത്രമല്ല ഔറത്ത് മറക്കാൻ അവർക്ക് വേണ്ടത്ര ഡ്രസ് ഉണ്ടായിരുന്നില്ല. ചിലപ്പോ സുജൂദിക്ക് പോകുമ്പോ ഔറത്ത് കാണാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പെണ്ണുങ്ങൾ വളരെ പിന്നാക്കം പോയി നോട്ടെ എന്ന് പറഞ്ഞു. ഇന്നത്തെ പണ്ഡിതന്മാരൊക്കെ ഫത്വ കൊടുത്തത് സ്ത്രീകൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന സ്ഥലമാണ്, വേറുണ്ടാക്കല്ല. എന്തായാലും ഒരു വിഭാഗം അങ്ങനെ എത്തിയിട്ടുണ്ട്. യാത്രക്കാരായ സ്ത്രീകൾക്ക് യാത്രക്കാരായ സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ട് എന്ന് വരെ എത്തിയിട്ടുണ്ട്. ചിലയിടത്ത് വേറെയാണ്, ചിലയിടത്ത് അറ്റാച്ച്ഡ് ആണ്. ഇനിയിപ്പോ അതിന് ടിക്കറ്റും പാസ്പോർട്ടും എന്തൊക്കെ പാടെ ഇനി രേഖ കാണിച്ചു കൊടുക്കേണ്ടതെന്ന് അറിയില്ല. അപ്പൊ അയലോക്കത്തിന് ഒരു പെണ്ണ് അവിടെ വന്ന് നിസ്കരിച്ച അതൊക്കെ മസാല വേറെയാണ്. അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഏതായാലും അയത്തും ഇൻഷാ അല്ലാഹ് പറയാൻ പോകും. അത് അഭിമാന പ്രശ്നം കൊണ്ട് ഉണ്ടാതിരിക്കണം. അള്ളയല്ലേ വലുത്.
അള്ളാന്റെ ദീനല്ലേ വലുത് എന്ന് ചിന്തിക്കുന്ന ആളുകൾ വളരെ കുറവാണ്. അപ്പോ സാധാരണ പോലെ അറ്റാച്ച് സ്ത്രീകൾ ഒരു ഭാഗത്ത് നിസ്കരിക്കുകയാണെങ്കിൽ അവിടുത്തെ സ്ത്രീകളുടെ സഫ് ഒന്നാമത്തെ സഫ് തന്നെ നല്ലത് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുകൂടി കൂട്ടത്തിൽ മനസ്സിലാക്കുന്നുണ്ട്. ചില കാര്യങ്ങളൊക്കെ ഹദീസ് ചില സന്ദർഭത്തിനനുസരിച്ച് പറഞ്ഞായിരിക്കും. ഇപ്പൊ നമ്മുടെ പള്ളിയിൽ പെണ്ണുങ്ങൾ തൊട്ട് മുമ്പ് ആണുങ്ങൾ കഴിഞ്ഞിട്ട് പെണ്ണുങ്ങൾ പിന്നിൽ, ഈദ്ഗാഹിലൊക്കെ അങ്ങനെ ഉണ്ടാവില്ല, പെണ്ണുങ്ങൾ പിന്നിൽ നമസ്കരിക്കണമെങ്കിൽ അവിടുത്തെ പെണ്ണുങ്ങളെ ഏറ്റവും നല്ല സഫ് പിന്നിൽ. കാരണം ആണുങ്ങളോട് കൂടിക്കലറിൽ കുറച്ചും കൂടി ഒഴിവാവും. എന്നാൽ വേറൊരു സ്ഥലത്ത് നമ്മുടെ പള്ളിയിലുള്ളതുപോലെ മറ്റൊരു സ്ഥലത്ത് സ്ത്രീകൾ മാത്രം നമസ്കരിക്കണമെങ്കിൽ അവിടുത്തെ ഒന്നാമത്തെ സഫ് നല്ലത് തന്നെ. ചില മസാലകളൊക്കെ കാലോചിതമാണ്. ഹയ്യാലുസ്സലാ ഹയ്യാലുൽ ഫലാ ഒരു ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. ഹയ്യാലുസ്സലാ ഹയ്യാലുൽ ഫലാ എന്ന് പറയുമ്പോ വലത്തോട്ടും ഇടത്തോട്ടും തിരിയാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് ബിലാലിനോട് ബാങ്ക് കൊടുക്കുമ്പോ. എന്തിനാണത്? ബാക്കിയുള്ളതൊന്നും കേട്ടില്ലെങ്കിലും ഹയ്യാലുസ്സലാ നിസ്കരിക്കാൻ വരൂ, രക്ഷയിലേക്ക് വരൂ എന്ന് പറയുന്നത് എല്ലാരും കേൾക്കണം. അപ്പൊ മൈക്കല ബാങ്ക് കൊടുക്കുന്ന വെച്ചാലോ, മൈക്കല ബാങ്ക് കൊടുക്കണമെങ്കിൽ തിരിയാൻ പാടില്ല. അപ്പൊ അതാരും കേൾക്കൂല. മുക്രി ഹയ്യാലുസ്സലാണ്ട് അങ്ങോട്ടും ഹയ്യാൽ ഫലാ അങ്ങോട്ടും തിരിഞ്ഞാൽ അതാരും കേൾക്കൂല, ബാക്കിയുള്ളതേ കേൾക്കുള്ളൂ. അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത് അത് ആ സന്ദർഭത്തിലാണ്. മൈക്കേലാണ് ഉദാഹരണം പറയുന്നത്. മൈക്കേലാണ് ബാങ്ക് കൊടുക്കുന്നതെങ്കിൽ ഹയ്യാലുസ്സലാ ഹയ്യാൽ ഫലാ തിരിയേണ്ട ആവശ്യമില്ല. മലമൂത്ര വിസർജനത്തിരിക്കുമ്പോ ഖിബലക്ക് മുന്നിട്ടും പിന്നിട്ടും ഇരിക്കരുത്. എന്നാ പടിഞ്ഞാട്ടോ കേക്കോട്ടോ തിരിഞ്ഞിരുന്നോളിന്നാണ്. അത് എവിടുന്നാ? മക്കത്തുനിന്നാണ്. ഇവിടെ പടിഞ്ഞാട്ടോ കേക്കോട്ട് ഇരിക്കാൻ പറ്റൂല, നമ്മളെ നാട് മാറി. അപ്പൊ ഹദീസുകൾക്ക് മാറ്റമുണ്ട്. എല്ലാ ഹദീസും മാറുന്നല്ല, ചിലർക്ക് സന്ദർഭോചിതമാണ്. മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞുതരാണ്. അപ്പൊ ഇങ്ങനത്തെ പള്ളിയിൽ നിസ്കരിക്കുമ്പോ ഹദീസിലുണ്ടല്ലോ പെണ്ണുങ്ങളുടെ സഫ് പിന്നിലാ നല്ലതുകൊണ്ട് പിന്നെ പോയിക്കണ്ട. ഒഴിഞ്ഞ സ്ഥലത്താണെങ്കിൽ പെണ്ണുങ്ങളുടെ സഫിന് അവല് തന്നെയാണ് പ്രാധാന്യം എന്ന് വരെ പഠിപ്പിച്ചിട്ടുണ്ട്. മറ്റെന്താ അങ്ങനെ പഠിപ്പിക്കാൻ കാരണം? അവർക്ക് ഔറത്ത് മറക്കാൻ വേണ്ടത്ര ഡ്രസ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്നാണ്. ഹദീസിലുണ്ട്, ഇന്നും നിലനിൽക്കുന്നുണ്ട്. രാവിലെ സുബഹിക്ക് പെണ്ണുങ്ങൾ പള്ളിയിലേക്ക് പോയി. കുന്ന നിസാഉൽ മുഅ്മിനാത്തി, മുഅ്മിനത്തുകളായ പെണ്ണുങ്ങൾ. അപ്പോഴും ചോദിക്കും നബിന്റെ ഭാര്യമാര് പള്ളിയിൽ പോയിട്ടുണ്ടോ? നബിന്റെ ഭാര്യമാര് മുഅ്മിനത്താവൂല, അങ്ങനെ വിശ്വസിക്കേണ്ടി വരും. കുന്ന നിസാഉൽ മുഅ്മിനാത്തി, മുഅ്മിനത്തുകളായ പെണ്ണുങ്ങൾ. യശ്ഹദുന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ സാക്ഷിയാകും. സ്വലാത്തുൽ ഫജ്രി, സുബ്ഹി നമസ്കാരത്തിന്. അദ്ധ്യായത്തിന്റെ പേരെന്നെ കൊടുത്തത് സുബ്ഹിക്ക് നേരത്തെ പോകൽ എന്നാണ്. എന്നിട്ടോ സുമ്മയൻഖലിബുന ഇലാ അഹ്ലിഹിന്ന, ഇത് കഴിഞ്ഞിട്ട് അവരവരുടെ വീട്ടിലേക്ക് മടങ്ങി പോകും. ലാ യഅരിഫുഹുന്ന അഹദും മിനൽ ഗലസി, ഇരുട്ട് കാരണം. മുതലഫിഅത്തിൻ ബിമുറൂത്തിഹിന്ന, അവരുടെ പർദ്ദ കൊണ്ട് മൂടുപടം കൊണ്ട് ഒക്കെ പൊതിഞ്ഞ നിലയിലായിട്ട് അവന് പോകാറുണ്ടായിരുന്നത്. അതുകൊണ്ട് ലാ യഅരിഫുഹുന്ന അഹദും മിനൽ ഗലസി, ഇരുട്ട് കാരണം ഒരാളും അവരെ തിരിച്ചറിഞ്ഞിരുന്നില്ല. ഇരുട്ടത്ത് വന്ന് ഇരുട്ടത്ത് തന്നെ സുബഹിസ്കാരം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോയിരുന്നു എന്നാണ് കൃത്യമായ ഹദീസ്. ആരും ആ ഹദീസിനെ തള്ളിക്കളഞ്ഞിട്ടില്ല, സഹിഹായ ഹദീസാണ്. ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണ് ബുഖാരിയുടെ പരിഭാഷ, പിന്നെ ഹാഷിയ എന്ന് പറയുന്ന വിശദീകരണം എഴുതിയ ഫത്ഹുൽ ബാരിയിൽ അദ്ദേഹം പറയുന്നുണ്ട്. ആലോചിക്കേ, രാത്രി തന്നെ ഒരു പെണ്ണിന് പള്ളിയിൽ പോകാമെങ്കിൽ പകൽ വെളിച്ചത്തിൽ എന്തായാലും പോകാം അദ്ദേഹം പറയണ്ടേ. അതറിയാത്ത മൊയ്ലിയന്മാരല്ലല്ലോ. രാത്രി തന്നെ പോകാമെങ്കിൽ പകൽ വെളിച്ചത്തിൽ എന്തായാലും പോകാം, തെളിവുണ്ട്. ഇമാം നവവി റഹിമഹുല്ലാഹ് രണ്ടാം ഷാഫിഈ തന്റെ ശറഹുൽ മുഹദ്ദിബിലും ഇതേ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്, വ്യക്തമാണ്. മാത്രല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് കാന യഅ്തകിഫു ഫിൽ അശ്റിൽ അവാഖിരി മിൻ റമളാൻ, റമളാനിന്റെ അവസാനത്തെ 10 നബി തങ്ങൾ ഇഅ്തികാഫിരുന്നിരുന്നു. സുമ്മ അഅ്തകഫ അസ്വാജുഹുന്ന ബഅദു, പിന്നെ അതിന്റെ ശേഷം നബിന്റെ ഭാര്യമാര് ഇഅ്തികാഫിരുന്നു. അവർ കുടിയിലെ ഇഅ്തികാഫിരിക്കാൻ പറ്റൂലല്ലോ. ഇഅ്തികാഫിന്റെ മസ്അല എന്ന് പറഞ്ഞാൽ ഇഅ്തികാഫ് ജമാഅത്ത് നടക്കുന്ന, ജുമുഅയും ജമാഅത്തൊക്കെ നടക്കുന്ന പള്ളിയിലെ ഇഅ്തികാഫ് ശരിയാകൂ എന്ന് ഫിഖ്ഹിന്റെ എല്ലാ ഉലമാക്കളും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് സ്ത്രീകൾക്ക് നിഷിദ്ധം എന്ന് പറയാനൊന്നുമില്ല. പണ്ടൊക്കെ ഞാൻ കേട്ടിരുന്നത് 950 മുതലാണ് പെണ്ണുങ്ങൾ പള്ളിക്കൊക്കെ പോകാൻ തുടങ്ങിയെന്നാണ്. അതൊക്കെ മാറ്റം വന്നു. അന്നിപ്പോ പറഞ്ഞാൽ നടക്കൂല. ഇപ്പൊ കുട്ടികൾ പറയും അല്ല മാറണം എന്ന് കുട്ടികൾ ഇങ്ങോട്ട് പഠിപ്പിക്കും. ആദ്യം പോയത് ഇടവണ്ണത്തൊരു ഖദീജ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ പറയാം. വളരെ മോശമായിട്ട്
സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാം എന്ന് പറഞ്ഞതിന് അത് പറയുന്നവിടെ നിസ്കാരത്താകുമ്പോ കവളത്താണ് എന്ന് വരെ പറഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു. ഇവിടെ കവലയിൽ നിന്നിട്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു പെണ്ണുങ്ങളെ നോക്കിയിട്ട്, അപ്പുറത്ത് പെണ്ണുങ്ങളെ നോക്കാകുമ്പോ സുജൂദ് പോകുമ്പോ നെറ്റിമല്ലേ ഇങ്ങനെ കടന്നിട്ട് പെണ്ണുങ്ങളെ ചെരിഞ്ഞു നോക്കും എന്നൊക്കെ പറഞ്ഞു. ഓല സ്വഭാവം തന്നെ എല്ലാവർക്കും വിചാരിച്ച അങ്ങനെ. അല്ലെങ്കിൽ ആലോചിച്ചു നോക്കി. പിന്നെ എന്തൊക്കെ വ്യാഖ്യാനങ്ങൾ. പള്ളി പോണ്ടാണെന്നും ആരും പറഞ്ഞിട്ടില്ല. മന്ദിരിച്ചു തന്നെങ്കിൽ പോകാം. ഫിത്നയെ ഭയപ്പെടുന്നില്ലെങ്കിൽ പോകാം. ഫിത്നയെ ഭയപ്പെടാറ എല്ലായിടത്തും അടിയന്തരത്തിന് പാവങ്ങൾ പെണ്ണുങ്ങൾ കൊട്ടയും വട്ടി എടുത്തു വന്നിട്ട് റബീഉൽ അവ്വലിന്റെ ചോറ് തിന്നാനും ബദരീങ്ങളിൽ ആണ്ട് കഴിക്കാനൊക്കെ ഇവര് വരുന്നുണ്ട്. വലിയമാര് വിളമ്പി കൊടുക്കുന്നുണ്ട്. ഹേയ്, അവിടെ ഒന്നും ഫിത്നല്ല. പിന്നെ എവിടെ? പിന്നെ മന്ത്രിച്ചൂതാ മൊയിലേർ ഒറ്റക്ക് ഉണ്ടാവുമ്പോ മൊയിലേർ റൂമുക്കും ചെല്ല, അതിനും കുഴപ്പമില്ല എന്നാണ് പരസ്യമായിട്ട് പറയാ. ആരോടാ അതൊക്കെ പറയണത്? ആരോടതൊക്കെ പറഞ്ഞ് പഠിപ്പിക്കണം? അതിനും കുഴപ്പമില്ല. പിന്നെ എന്താ പ്രശ്നം? അവനാന്റെ അമ്മയും അവനാന്റെ വാപ്പിയും ആങ്ങളാരും ഭർത്താക്കന്മാരൊക്കെ പള്ളിയിൽ അപ്പുറത്ത് പോകുമ്പോ അതിനുള്ള ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് ഇപ്പുറത്ത് പോയിട്ട് ഖുത്ബ കേട്ട് അതുപോലെ തന്നെ അവിടെ നിസ്കാരം കഴിഞ്ഞ് പോന്നാ അത് ഭയങ്കര തെറ്റാണ് എന്നുള്ള രൂപത്തിലാണ് വ്യാഖ്യാനം. അതിനെന്തൊക്കെയാണ് വ്യാഖ്യാനിക്കണത്, വളച്ചൊടിക്കണത്? 4 മദ്ഹബിന്റെ ഇമാമുകളും സ്ത്രീകൾക്ക് പള്ളി നിഷിദ്ധമാണെന്ന് പറഞ്ഞിട്ടില്ല. അതാരാ പറഞ്ഞതെന്ന് നിങ്ങള് എല്ലാ മദ്ഹബിന്റെ ഇമാം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ വേറൊരു ജമിയത്തുൽ ഉലമ ഉണ്ട്, സംസ്ഥാന കേരള ജമിയത്തുൽ ഉലമ. നിങ്ങൾ അറിയാൻ വേണ്ടി പറയാം. സംസ്ഥാന കേരള ജമിയത്തുൽ ഉലമ എന്നൊരു പരിപാടി ഉണ്ട്. അതിറ്റൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല. മൈക്ക് പറ്റൂല എന്നേ ഉള്ളൂ. ഖുത്ബ നടത്തുമ്പോൾ മൈക്കേ പറ്റൂല. അവനാന്റെ ശബ്ദം തന്നെ 40 ആള് കേൾക്കണം എന്നാണോ അല്ല വലിയൊരു വെറൈറ്റി വാദം. അവരത് തുറന്നെഴുതി. അവർക്കൊരു മാസിക ഉണ്ട്, സദഖത്തുല്ലാഹ് മൗലവിന്റെ കെയറോഫിലാണ്. നുസ്രത്തുൽ അനാം എന്ന് പറഞ്ഞൊരു മാസിക ഉണ്ട്. അതിലവർ തുറന്നെഴുതി 4 മദ്ഹബിന്റെ ഇമാമുകളും അവർ ഉലമാക്കളാണ്. 4 മദ്ഹബിന്റെ ഇമാമുകളും സുന്നികൾ തന്നെയാണ്. 4 മദ്ഹബിന്റെ ഇമാമുകളും സ്ത്രീകൾക്ക് പള്ളി നിഷിദ്ധമാണെന്ന് പറഞ്ഞിട്ട് തുറന്നെഴുതിയപ്പോ അത് ഉൾക്കൊള്ളാൻ പറ്റാഞ്ഞിട്ട് ഇപ്പുറത്ത് അങ്ങോട്ട് എഴുതി വിട്ടു. നമ്മളാൾക്കാരെ മാസികയിൽ എഴുതി വിട്ട എന്താ അറിയുങ്ങള്? നമ്മുടെ ഉസ്താദന്മാർ എഴുതി വിട്ടത് ആനയുടെ വനിതാ പ്രേമെന്ന. ആന എന്ന് പറഞ്ഞ സംസ്ഥാന, ആ ആനയുടെ വനിതകളോടുള്ള പ്രേമെന്ന. അപ്പൊ അവര് തിരിച്ചിങ്ങോട്ട് പറഞ്ഞു, ഞങ്ങൾക്കല്ല, നിങ്ങൾ തന്നെയാണ് വിദ്യാഭ്യാസത്തിന് പെൺകുട്ടികൾക്ക് എഴുത്ത് പഠിക്കാൻ പാടില്ല എന്നൊരു കാലത്ത് പറഞ്ഞിരുന്നു. മദ്രസ പാടില്ല എന്നൊരു കാലത്ത് പറഞ്ഞിരുന്നു. യത്തീങ്കി കാണാന്ന് പറഞ്ഞിട്ട് കളിയാക്കിയിരുന്നു. ഇതൊക്കെ എതിർത്ത് ഇംഗ്ലീഷ് പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ നമ്മളൊക്കെ വയൽ പറഞ്ഞിട്ട് അഥവാ നരകത്ത് പോയാൽ തുള്ളി വെള്ളം ചോദിക്കണമെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കേണ്ട 2 അക്ഷരം പഠിച്ചു പോയിക്കോളി എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ പഠിപ്പിച്ചുണ്ടാക്കിയതാണ്. അങ്ങനത്തെ ഒരു ഇംഗ്ലീഷിൽ വന്നിട്ടാ പറഞ്ഞ പെണ്ണുങ്ങൾ പള്ളിക്ക് പോകുന്നത് കുഴപ്പമില്ല, കുട്ടികൾ ഇപ്പൊ പഠിച്ചു വന്ന് പറയാൻ. അവിടേക്ക് എത്തി, സമൂഹം ഉണർന്നു. ഇനിയും ഇൻഷാ അല്ലാഹ് ഇതൊക്കെ മാറും. ആ പള്ളിയൊക്കെ അറ്റാച്ച്ഡ് ആയി മാറും. ബോധം വരും അടുത്ത തലമുറക്ക് എന്ന് തന്നെ പ്രതീക്ഷിക്കുക. ആരും ആക്ഷേപിക്കല്ല, പക്ഷെ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. പണ്ട് മദ്രസയില്, ഞാനൊക്കെ അന്ന് മദ്രസയിലെ സെദ്റാൻ, സമസ്തയുടെ മദ്രസയിലെ സെദ്റായിരിക്കണ കാലത്ത് കുട്ടികൾക്ക് ഞാൻ പരീക്ഷ നടത്തിയിട്ടുണ്ട്. സർക്കുലർ വരും. എന്താ സർക്കുലർ? പെൺകുട്ടികളോട് ചോദ്യം ചോദിക്കണം എന്നാണ്. ഓരോ പെൺകുട്ടിയോട് ചോദ്യം ചോദിക്കണം, മാർക്ക് ഇട്ട് കൊടുക്കണം. ഒരു കുട്ടിയോട് പറയണം എന്നോട് ഞാൻ എന്തൊക്കെ ചോദിച്ചെന്ന് മറ്റേ കുട്ടിയോട് പറയാൻ പാടില്ല എന്ന് പറയണമെന്നാ. അപ്പൊ നുസ്രത്തുൽ അനാം അത് എടുത്തെഴുതി, നിങ്ങളാണ് ഈ ജാതി ഫത്വ കൊണ്ട് വരുന്നത്, ഞങ്ങളല്ല. ഞങ്ങൾ പറയുന്നത് റസൂലുള്ളാഹിന്റെ മദ്ഹബിന്റെ ഇമാമുകളുടെ വീക്ഷണമാണ്. സ്ത്രീകൾക്ക് പള്ളി നിഷിദ്ധമാണ് എന്ന് ഒരൊറ്റ മദ്ഹബിന്റെ ഇമാമും പറഞ്ഞിട്ടില്ല എന്ന് ഒരു വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഖുർആനിലോ സുന്നത്തിലോ പിന്നെ മദ്ഹബിന്റെ ഇമാമുകളുടെ ഒന്നും പറഞ്ഞിട്ടില്ല. വേണമെങ്കിൽ ഇത്തിക്കാഫ് വരെ ഇരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പെണ്ണുങ്ങൾക്ക് പള്ളിയിലേക്ക് വരാം. ഒരു പെണ്ണിന് താല്പര്യമില്ലെങ്കിലോ പിടിച്ചു വിളിച്ച് കൊണ്ടുവരേണ്ടതില്ല. പള്ളി പോട്ടെ, താല്പര്യമുണ്ട് എന്ന് പറഞ്ഞാൽ മുടക്കാനും പാടില്ല. ജുമുഅക്ക് വരാം, ജമാഅത്തുകൾക്ക് വരാം, അവിടെ നടക്കുന്ന ക്ലാസുകളും ഒക്കെ കേൾക്കാം. ഗ്രഹണ നമസ്കാരത്തിന് വരാം. ഉമ്മു ഹിഷാം ഇബ്നു ഹാരിസ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഞാൻ സൂറത്ത് ഖാഫ് പഠിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ നിന്ന് അത് ഓതുന്നത് കേട്ടിട്ടാണ്. അത് ഖുതുബയുടെ മാർഗമാണ്. ഇവിടെ അത് ഓതാൻ നമുക്ക് കഴിയില്ലല്ലോ. ഇപ്പോഴും ചിലയിടത്ത് അഹ്ലെ ഹദീസിന്റെ പള്ളിയിൽ ഡൽഹിയിൽ ഒരു പ്രാവശ്യം പോയപ്പോ അവിടെ സൂറത്ത് ഖാഫ് മുഴുവൻ ആ മെമ്പറിൽ നിന്ന് ഓതി ആ ഖത്തീബ്. ഇന്നും ആ മാർഗ ആ ചര്യ പിന്തുടരുന്ന പല ഖത്തീബുമാരുണ്ട്. നല്ലതാണ്. കുറച്ച് സമയം പിടിക്കും.
ഈ സൂറത്ത് ഖാഫ് മിമ്പറിൽ നിന്ന് ഓതുന്നത് കേട്ടിട്ടാണ് ഞാനത് പഠിച്ചത് എന്ന് ഹിഷാം പറയുന്നുണ്ട്. മാത്രമല്ല നബി തങ്ങൾ പറയാം, ഞാനിടക്ക് നിസ്കരിക്കാൻ വേണ്ടി നിൽക്കും, കുറച്ചൊക്കെ നിങ്ങളുള്ള ദീർഘമായ സൂറത്ത് ഓതെന്ന് വിചാരിച്ചിട്ടാണ് കൈയ്യെട്ടുക. അപ്പൊ കുട്ടികളുടെ കരച്ചിൽ കേൾക്കും. അപ്പൊ ഞാൻ ആ നിസ്കാരം ചുരുക്കി ഓതും, വളരെ ചുരുക്കി പെട്ടെന്ന് നിസ്കാരം അവസാനിപ്പിക്കും. കാരണം ആ ഉമ്മാക്ക് പ്രയാസം ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അതിനും പറയും പള്ളിയുടെ അപ്പുറത്ത് എന്തിനാ നബി ഇവിടെ നിസ്കാരം ചുരുക്കണത്? പള്ളി തന്നെയാണ്, പള്ളിയിലുള്ള കുട്ടികളാണ്. അതുകൊണ്ട് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, അവർ അശ്രദ്ധരായിക്കൊണ്ടേ പള്ളിയിലേക്ക് വരാൻ പാടുള്ളൂ. അത് എവിടേക്ക് പോകുമ്പോഴും, ഒരു പെണ്ണ് ജോലിക്ക് പോകുകയാണെങ്കിലും വയ്യാറത്തുങ്ങൾക്ക് പോകുകയാണെങ്കിലും ഇത് ബാക്കിയൊക്കെ പറ്റും, എല്ലായിടത്തും പോകാം, പള്ളിയിൽ മാത്രമേ പാടില്ല അവിടെ. കാരണം പള്ളിയിൽ വന്നാൽ പൗരോഹിത്യം തകരും. ഒരു പെണ്ണ് 4 ദിവസം പള്ളിയിൽ വന്ന് ഖുത്ബ കേട്ട പൗരോഹിത്യം തകരും. പൗരോഹിത്യം തകർന്നാൽ പിന്നെ അവർക്ക് ജീവിക്കാൻ പറ്റൂല. ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാൻ, ഒരുപാട് പുരോഹിതന്മാര് ലയകുലൂന അംവാലൻ നാസി ബിൽ ബാത്തിലി, അസത്യത്തിന്റെ മാർഗത്തിലാണ് അവര് മുതൽ ഭക്ഷിക്കുന്ന, ജനങ്ങളുടെ മുതൽ ഭക്ഷിക്കുന്നത്. വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അവരെന്താ അതിന് ചെയ്യണ മാർഗം? അല്ലാഹുവിന്റെ മാർഗത്തിൽ മനുഷ്യരെ തടയും. മനുഷ്യരെ പഠിക്കാനും നന്നാകാനും അയക്കൂല, പഠിക്കാനും നന്നാകാനും അയക്കൂല. ഭൂരിപക്ഷത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ഒക്കെ പേര് പറഞ്ഞ് മനുഷ്യരെ നന്നാകാൻ അയക്കൂല. അത് പാടില്ല. അതുകൊണ്ട് നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. സ്ത്രീകള് കൂടിക്കരരാൻ പാടില്ല. അത് പറഞ്ഞു, സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ പള്ളിയിലാണെങ്കിലും എവിടെയാണെങ്കിലും കൂടിക്കരരാൻ പാടില്ല. ജോലി സ്ഥലത്ത് പാടില്ല, യാത്രയ്ക്കും പറ്റില്ല, മജ്‌ലിസ് നൂറിന് പോകുമ്പോഴും പറ്റൂല. അവിടെയൊക്കെ പറ്റും. അവിടെയൊക്കെ ഞാനൊരു കമ്മിറ്റിക്കാരോട് ചോദിച്ചപ്പോ എന്തിനാ ഇപ്പൊ ഇതൊക്കെ? അല്ല, അതുണ്ടെങ്കിലേ കായിട്ടുള്ളൂ, അല്ലെങ്കിൽ മഹലൊക്കെ പട്ടിണി കിടക്കുന്ന പറഞ്ഞു. കായ് കിട്ടണമെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് ചൊല്ലി പറഞ്ഞാലേ പെണ്ണുങ്ങൾ കായ് കൊടുക്കുള്ളൂ. അങ്ങനെ അവരെ വളർത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പിന്നെ കൂടിക്കരയാൻ പാടില്ല. നബികൾ പറഞ്ഞു സുഗന്ധം ഉപയോഗിച്ചിട്ട് പോകാൻ പാടില്ല. വളരെ ആകർഷണീയമായ സുഗന്ധങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീകൾ പള്ളിയിലേക്ക് പോകുക, അത് പാടില്ല. എവിടേക്കും പോകാൻ പാടില്ല, കല്യാണത്തിനും പോകാൻ പാടില്ല. അത് സ്ത്രീകൾക്കുള്ള അച്ചടക്ക നിയമങ്ങളാണ്. അതുപോലെ തന്നെ ഹിജാബ്, പർദ്ദ ധരിച്ചുകൊണ്ടായിരിക്കണം പോകേണ്ടത്. ഈ നിയമങ്ങൾ പാലിച്ചാൽ ആളുകളോട് കൂടിച്ചേരാൻ പാടില്ല. പർദ്ദയും ഒക്കെ ധരിച്ചുകൊണ്ടായിരിക്കണം, അവറത്ത് മറച്ചുകൊണ്ടായിരിക്കണം. അതുപോലെ തന്നെ സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല. ഈ നിയമം പാലിച്ചാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എല്ലായിടത്തും പോകാമെങ്കിൽ ആ സ്ത്രീക്ക് പള്ളിയിലേക്കും പോകാം. ഏറ്റവും നല്ലത് പള്ളിയിലേക്ക് പോകാൻ നല്ലത്. എന്തെങ്കിലുമൊക്കെ പഠിക്കുകയും ചെയ്യും. വേറെ തോന്നിയാസങ്ങളൊന്നും എല്ലായിടത്തും ഉള്ള പോലെ പള്ളിയിൽ ഉണ്ടാകില്ല. വേണ്ടപ്പെട്ടവരൊക്കെ പള്ളിയിൽ അപ്പുറപ്പുറാക്കിയിട്ട് ഉണ്ടാകും ചെയ്യും. അതുകൊണ്ട് ആ ഒരു കാര്യം മാത്രം നമ്മൾ അടിയിറട്ട് മനസ്സിലാക്കിയാൽ മതി. എന്നും പൗരോഹിത്യം ദീനിനെതിരായിരിക്കും, എന്നും ജനങ്ങൾ നന്നാകുന്നതിനെതിരായിരിക്കും. ഏട്ടിലെ ദീനല്ല നാട്ടിലെ ദീന്. കിതാബ് പറഞ്ഞതല്ല ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അത് പാരമ്പര്യം തന്നെയാണ്, പാരമ്പര്യമായി കേട്ട്. അതിനെന്തിനാ ഉസ്താദ്? അതിനെന്തിനാ ഒരു ഉസ്താദിനെ നമ്മൾ നിയമിക്കുന്നത്? കിതാബിൽ ഇന്നതാന്ന് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിട്ടല്ലേ ഒരു ഉസ്താദ്. അല്ലെങ്കിൽ ഒരു വല്യമ്മാട് ചോദിച്ചാൽ പോരെ, ഇവിടെ എങ്ങനെ ചോദിച്ചാൽ പോരെ? അപ്പൊ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഫലാ വറബ്ബിക് ലാ യുമിനൂൻ, നിങ്ങളാരും മുഅ്മിനീങ്ങളാവുകയില്ല. ഹത്താ യുഹക്കിമുക ഫീമാ ശജറ ബൈനഹും, തർക്കമുണ്ടാകുന്ന വിഷയത്തിൽ നബിയെ നിങ്ങളെ വിധികർത്താവായി കൊണ്ടുവരണം. പിന്നെ നബിന്റെ തീരുമാനം ഖുർആനും സുന്നത്തൊക്കെ ഇങ്ങനെയാണെന്ന് അറിഞ്ഞാൽ മനസ്സിന് പ്രയാസം ഉണ്ടാവാൻ പാടില്ല. അതിനെ പരിപൂർണമായി അംഗീകരിക്കണം. അതാണ് ഒരു യഥാർത്ഥ മുഅ്മിൻ. അങ്ങനെ ആയിരിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തുൽ ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസല്ലി വസല്ലിം അലാ ഖാതിമിൽ അംബിയാഇ വൽ മുർസലീൻ നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു തഖുല്ലാഹ ഇബാദല്ലാഹ്. ബഹുമാന്യരെ, 2 കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ്. ഒന്ന്, ഇവിടെ വോട്ട് കഴിഞ്ഞപ്പോൾ ഒരു മഷി തേച്ചതോ കയ്യുമ്മേ പലരും വിളിച്ചു ചോദിച്ചു, അതൊന്നും ഒതുണ്ടാക്കാൻ എന്താ ചെയ്യുക, നിസ്കരിക്കാൻ എന്താ ചെയ്യുക? പലരും നമ്മൾ ഇലക്ഷൻ ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ കൈ വലിക്കുക, എത്ര പറഞ്ഞാലും സമ്മതിക്കില്ല. ആരും അതിന്റെ പ്രശ്നമല്ല. അങ്ങനെയുള്ളത് ഒന്നു കൊടുക്കുമ്പോൾ അത് ബാധിക്കുക എന്ന് മനസ്സിലാക്കുക. നമുക്ക് ഒതു ചെയ്യാം. അതും അതുപോലെ മൈലാഞ്ചിട്ട പാടുകളൊന്നും ഒതുവിനെ ബാധിക്കുന്നതല്ല എന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം, ഈ മാസം 25 മുതൽ 28 വരെ MSMന്റെ മുജാഹിദ് സ്റ്റുഡന്റ് മൂവ്മെന്റ് നമ്മുടെ കുട്ടികളുടെ ഒരു സമ്മേളനം നടക്കുന്നുണ്ട്. അതിലേക്ക് എല്ലാ പള്ളിയിൽ നിന്നും ഒരു കലക്ഷൻ ശേഖരിക്കണമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചിട്ടുണ്ട്. ഇന്നതിന്റെ കലക്ഷൻ കൊടുക്കും. എല്ലാവരും കഴിവിന്റെ പരമാവധി സഹകരിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.
അനുഗ്രഹിക്കട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم آت أنفسنا تقواها وزكها أنت خير من زكاها أنت مولاها أنت وليها ومولاها يا رب العالمين. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه ولا تجعله ملتبسا علينا فنضل واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.